HSA ഇംഗ്ലീഷ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡ്രാമയാണ് മാക്ബത്ത്. വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു ദുരന്ത നാടകമാണ് മാക്ബത്ത്. ഒരു രാജാവിൻ്റെ മരണവും അതിൻ്റെ പരിണിത ഫലങ്ങളുമാണ് നാടകത്തിൻ്റെ ഇതിവൃത്തം. ഷേക്സ്പിയറിൻ്റെ ഏറ്റവും ചെറിയ ദുരന്ത നാടകമാണ് മാക്ബത്ത്. 1603, 1607 കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ് മാക്ബത്ത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സൈമൺ ഫോർമാൻ എന്ന വ്യക്തി 1611 ഏപ്രിൽ മാസത്തിൽ ഈ നാടകത്തിൻ്റെ ആദ്യ അവതരണം ദർശിച്ചതായി പറയപ്പെടുന്നു. ഷേക്സ്പിയർ കൃതികളുടെ ആദ്യ ശേഖരത്തിൽ തന്നെ മാക്ബത്ത് ഇടം നേടിയിരുന്നു. റാഫേൽ ഹോളിൻസ്റ്റഡിൻ്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് ആൻഡ് അയർലൻഡ് എന്ന പുസ്തകത്തിൽ നിന്നാണ് ഷേക്സ്പിയർ ഈ നാടകത്തിലെ കഥാപാത്രങ്ങളായ മാക്ബത്ത്, ഡങ്കൻ തുടങ്ങിയവരെ രൂപപ്പെടുത്തിയത്. എന്നാൽ സ്കോട്ട്ലൻഡ് ചരിത്രത്തിലെ സംഭവങ്ങളുമായി കഥയിലെ സംഭവങ്ങൾക്കുള്ള സാമ്യം തുച്ഛമാണ്. നാടകത്തിൽ നിന്ന് വ്യത്യസ്തമായി മാക്ബത്ത് എന്ന രാജാവ് യഥാർത്ഥത്തിൽ കാര്യപ്രാപ്തിയുള്ളവനും ജനസമ്മതനുമായിരുന്നു. ശപിക്കപ്പെട്ട ഒരു നാടകമായാണ് നാടകരംഗത്തുള്ള പലരും ഈ നാടകത്തെ കണക്കാക്കുന്നത്. ഇവർ നാടകത്തിൻ്റെ പേര് പറയുന്നതിന് പകരം സ്കോട്ടിഷ് ഡ്രാമ എന്നാണ് പറയുക. എങ്കിലും നൂറ്റാണ്ടുകളായി തന്നെ പല പ്രശസ്തരായ നടീനടന്മാർ ഈ നാടകത്തിൽ മാക്ബത്തിനെയും ലേഡി മാക്ബത്തിനെയും അവതരിപ്പിച്ചിട്ടുണ്ട്. 3 വിച്ചസ് മാക്ബത്തിനെ കാണാൻ തീരുമാനിക്കുന്ന രംഗത്തോടു കൂടിയാണ് നാടകം ആരംഭിക്കുന്നത്. അതിനുശേഷം ഡങ്കൻ രാജാവ് യുദ്ധത്തിൽ തൻ്റെ സൈന്യാധിപന്മാരായ ബാങ്കോയുടെയും മാക്ബത്തിൻ്റെയും നേതൃത്വത്തിൽ തൻ്റെ സൈന്യം നേടിയ വിജയത്തെക്കുറിച്ച് അറിയുന്നു. രംഗം മാറുന്നു. ബാങ്കോയും മാക്ബത്തും അവരുടെ വിജയത്തെയും പ്രതികൂല കാലാവസ്ഥയെയും കുറിച്ച് സംസാരിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു. അപ്പോൾ 3 വിച്ചസ് കടന്നു വരികയും അവരുടെ പ്രവചനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവരെ എതിർത്ത ബാങ്കോയെ മറികടന്നുകൊണ്ട് മാക്ബത്തിനെ അവർ സംബോധന ചെയ്യുകയും ചെയ്യുന്നു. ഒന്നാമത്തെ വിച്ച് അദ്ദേഹത്തെ തെയ്ൻ ഓഫ് ഗ്ലാമിഷ് എന്നും, രണ്ടാമത്തെ വിച്ച് അദ്ദേഹത്തെ തെയ്ൻ ഓഫ് കൗഡർ എന്നും, മൂന്നാമത്തെ മന്ത്രവാദിനി യു വിൽ ബിക്കം ദ കിങ് ഓഫ് സ്കോട്ട്ലൻഡ് വൺ ഡേ എന്നും പറയുമ്പോൾ മാക്ബത്ത് സ്തബ്ധനായി പോകുന്നു. ഈ സമയത്ത് ബാങ്കോ മന്ത്രവാദികളെ വെല്ലുവിളിക്കുമ്പോൾ നീ രാജാവാകില്ല, മറിച്ച് നിന്റെ പിൻഗാമികൾ സ്കോട്ട്ലൻഡ് രാജാവാകുമെന്ന് മന്ത്രവാദിനികൾ ബാങ്കോയോട് പറയുന്നു. രണ്ടുപേരും ഈ പ്രവചനങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിച്ചസ് അപ്രത്യക്ഷരാകുന്നു. അതിനുശേഷം രാജാവിൻ്റെ ഒരു ദൂതനായ റോസ് രംഗത്ത് വരികയും ഡങ്കൻ മാക്ബത്തിനെ തെയ്ൻ ഓഫ് കോഡർ ആക്കിക്കൊണ്ടുള്ള രാജാവിൻ്റെ കൽപ്പന അവരെ അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മന്ത്രവാദിനികളുടെ രണ്ടാമത്തെ പ്രവചനം സത്യമായി തീരുന്നു. അപ്പോൾ മുതൽ താൻ രാജാവാകും എന്ന് മാക്ബത്ത് സ്വയം വിശ്വസിക്കാനും തുടങ്ങുന്നു. ഈ പ്രവചനങ്ങളെക്കുറിച്ച് തൻ്റെ ഭാര്യയായ ലേഡി മാക്ബത്തിനെ കത്തെഴുതി മാക്ബത്ത് അറിയിക്കുന്നു. രാജാവ് മാക്ബത്തിനെ കൊട്ടാരം സന്ദർശിക്കാൻ വരുന്ന സമയത്ത് ഡങ്കനെ കൊല്ലണമെന്ന് ലേഡി മാക്ബത്ത് പറയുമ്പോൾ മാക്ബത്ത് ആദ്യം അതിനെ എതിർക്കുന്നു. ലേഡി മാക്ബത്തിൻ്റെ നിർബന്ധപ്രകാരം മാക്ബത്ത് കിങ് ഡങ്കനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. രാജാവ് മാക്ബത്തിൻ്റെ കൊട്ടാരത്തിൽ വിരുന്നിന് വരുമ്പോൾ ഡങ്കനെ കൊല്ലുന്നു. ഈ കൊലപാതകം മാക്ബത്തിനെ മാനസികമായി തകർക്കുകയും ചെയ്യുന്നു. കൊലപാതക ശേഷം ലേഡി മാക്ബത്ത് ശേഷമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അദ്ദേഹത്തെ കൊന്നത് ബോഡി ഗാർഡ്സ് ആണ് എന്ന് വരുത്തി തീർക്കാനായി കൊലയ്ക്കുപയോഗിച്ച കത്തി അവരുടെ കൈവശം കൊടുക്കുകയും ചോര അവരുടെ വാളിൽ മെഴുകുകയും ചെയ്യുന്നു. അടുത്ത ദിവസം പുലർച്ചയ്ക്ക് കൊട്ടാരത്തിൽ എത്തിച്ചേരുന്ന സ്കോട്ട്ലൻഡുകാരനായ ലെനോക്സും മാക്ഡഫും രാജാവിൻ്റെ അറയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രാജാവിൻ്റെ രക്തപങ്കിലമായ ശരീരം കണ്ടു ഞെട്ടുന്നു. ഡങ്കൻ്റെ കൊലപാതകത്തിൽ ശുഭിതനായ മാക്ബത്ത് അംഗരക്ഷകന്മാരെ കൊല്ലുമ്പോൾ ഈ പ്രവൃത്തി മാക്ഡഫിനെയും മറ്റുള്ളവരെയും സംശയിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഡങ്കൻ്റെ മക്കളായ മാൽക്കോമും ഡൊണാൾബെയിനും ഇംഗ്ലണ്ടിലേക്കും അയർലൻഡിലേക്കും പലായനം ചെയ്യുന്നു. പലരും കൊലപാതകത്തിൽ ഇവരെ സംശയിക്കുമ്പോൾ മാക്ബത്തിൻ്റെ പദ്ധതി വിജയിക്കുകയും രാജാവാകപ്പെടുകയും ചെയ്യുന്നു. രാജാവാകുവാൻ സാധിച്ചെങ്കിലും ബാങ്കോയെക്കുറിച്ചുള്ള പ്രവചനത്തിൽ അസ്വസ്ഥനായ മാക്ബത്ത് ഒരു രാജകീയ വിരുന്നിലേക്ക് ബാങ്കോയെ ക്ഷണിച്ച് കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു. ഏർപ്പെടുത്തിയ വാടക കൊലയാളികൾ ബാങ്കോയെ കൊല്ലുന്നു. എന്നാൽ ബാങ്കോയുടെ മകൻ രക്ഷപ്പെടുന്നു. രാജകീയ വിരുന്നിൽ ബാങ്കോയുടെ പ്രേതം പ്രത്യക്ഷപ്പെടുകയും മാക്ബത്തിനെ ഇത് അസ്വസ്ഥനാക്കുകയും ചെയ്യുന്നു. അസ്വസ്ഥനായ മാക്ബത്ത് എല്ലാ സത്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറയുമെന്ന് ഭയപ്പെട്ട ലേഡി മാക്ബത്ത് രാജകീയ വിരുന്നിൽ നിന്നും എല്ലാവരെയും പുറത്താക്കുന്നു. തൻ്റെ വിധി എന്താണെന്നറിയാൻ വേണ്ടി ഒരിക്കൽ കൂടി വിച്ചസിനെ കാണാൻ മാക്ബത്ത് തീരുമാനിക്കുന്നു. അവർ 3 പ്രവചനങ്ങൾ കൂടി നടത്തുന്നു. ഒന്ന്, ബിവെയർ ഓഫ് മാക്ഡഫ്, മാക്ഡഫിനെ സൂക്ഷിക്കുക. രണ്ടാമത്തെ പ്രവചനം, ബെർണാം വുഡ് ഡൻസിനെയിൻ പാലസ് കയറി വരുന്നവരെ ആർക്കും തന്നെ കൊല്ലാൻ കഴിയില്ല എന്ന് പറയുന്നു. മൂന്നാമത്തത്, അമ്മ പ്രസവിച്ച ഒരാൾക്ക് നിന്നെ കൊല്ലാൻ കഴിയില്ല എന്ന് പറയുന്നു. താൻ എല്ലാ തരത്തിലും സുരക്ഷിതനാണെന്ന് മനസ്സിലാക്കുന്ന മാക്ബത്ത് മാക്ഡഫിനെ കൊന്നുകളയാൻ തീരുമാനിക്കുന്നു. മാക്ബത്തിൻ്റെ വാടക കൊലയാളികൾ മാക്ഡഫിൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും അകന്ന ബന്ധത്തിലുള്ള മറ്റുള്ളവരെയും കൊന്നുകളയുന്നു. ചെയ്ത തെറ്റിൻ്റെ പശ്ചാത്താപം മൂലം ലേഡി മാക്ബത്തിന് സ്ഥിരബോധം നഷ്ടപ്പെടുകയും
ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സോംനാംബുലിസം എന്ന അസുഖം പിടിപെടുകയും ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് കൈകളിലെ ഇല്ലാത്ത രക്തക്കറ നോക്കി അറേബ്യയിലെ സകല സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് കൈ കഴിയാലും ഈ കൈയിലെ ചോരയുടെ മണം മാറില്ല എന്ന് പറയുന്നു. ഇംഗ്ലണ്ടിലായിരുന്ന മാക്ഡഫ് തൻ്റെ ഭാര്യയും കുഞ്ഞും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്ന് വാർത്ത അറിയുമ്പോൾ മാക്ബത്തിനെ താൻ തന്നെ കൊല്ലും എന്ന് ശപഥം ചെയ്യുന്നു. ഇതിനോടകം ഒരു സ്വേച്ഛാധിപതിയായി പെരുമാറി തുടങ്ങിയിരുന്ന മാക്ബത്തിനെതിരെ രാജ്യത്തിൽ ലഹള പൊട്ടിപ്പുറപ്പെടുന്നു. ഇംഗ്ലീഷുകാരനായ സീവേഡിൻ്റെയും മാക്ഡഫിൻ്റെയും ഒപ്പം മാൽക്കം, ഡൊണാൾഡ് എന്നിവർ ചേർന്ന് ഡൺസിനെയിൻ കൊട്ടാരം ആക്രമിക്കാൻ പ്ലാനിടുന്നു. ബിർനാം വുഡിൽ ഒളിച്ചിരുന്ന സൈന്യം അവരുടെ എണ്ണം കുറച്ചു കാട്ടുവാനായി മരച്ചില്ലകൾ മുറിച്ച് മറയായി പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പുറപ്പെടുന്നു. ഇതിനാൽ മന്ത്രവാദിനികളുടെ ആദ്യത്തെ പ്രവചനം സത്യമായി വരുന്നു. യുദ്ധത്തിന് തയ്യാറാകുന്ന മാക്ബത്ത് ലേഡി മാക്ബത്തിന്റെ ആത്മഹത്യ അറിഞ്ഞ് മാനസികമായി തളരുന്നു. അവസാന യുദ്ധത്തിൽ വളരെ ആത്മവിശ്വാസത്തോടെ യുദ്ധം ചെയ്യുന്ന മാക്ബത്ത് മാക്ഡഫിനോട് പറയുന്നുണ്ട്, അമ്മ പ്രസവിച്ച ഒരാൾക്ക് തന്നെ കൊല്ലാൻ കഴിയില്ലെന്നും, തന്നെ അമ്മ പ്രസവിച്ചതല്ല എന്നും പ്രസവത്തിന് മുമ്പ് വയറ് പിളർന്ന് പുറത്തെടുക്കുകയായിരുന്നു എന്നും മാക്ഡഫ് പറയുമ്പോൾ എല്ലാ തരത്തിലും മാനസികമായി തളർക്കപ്പെട്ട മാക്ബത്തിന്റെ തല മാക്ഡഫ് വെട്ടിയെടുക്കുന്നു. മാക്ബത്തിന്റെ മരണത്തിന് ശേഷം മാൽക്കം രാജാവാകുന്നുണ്ടെങ്കിലും ബാങ്കോയെക്കുറിച്ചുള്ള പ്രവചനം പിന്നീട് സത്യമാകുന്നുണ്ട്. ബാങ്കോയുടെ മകൻ ഫ്ലിയാൻസ് പിന്നീട് രാജാവാകുന്നതായും കാണാം. ഷേക്സ്പിയറിന്റെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകവുമായി മാക്ബത്തിനെ താരതമ്യപ്പെടുത്തുന്നവരുണ്ട്. ആന്റണി എന്ന കഥാപാത്രവും മാക്ബത്ത് എന്ന കഥാപാത്രവും പുതിയ ഒരു ലോകത്തെ തേടുന്നവരാണ്. എങ്കിലും ഇതിനാൽ അവർക്ക് അവരുടെ പഴയ ജീവിതം നഷ്ടമാകുന്നു. രണ്ടുപേരും അധികാരം നേടുന്നതിനായി പ്രവർത്തിക്കുന്നു. ഈ പ്രയത്നത്തിൽ ഇവർക്കൊപ്പം ഓരോ എതിരാളികളുമുണ്ട്. ആന്റണിക്ക് ഒക്ടോവിയസ് ആണെങ്കിൽ മാക്ബത്തിന് ബാങ്കോയാണ്. നാടകത്തിലെ ഒരവസരത്തിൽ തന്നെ ആന്റണിയുമായി മാക്ബത്ത് താരതമ്യപ്പെടുത്തുന്നുണ്ട്. ശക്തരും കൗശലക്കാരികളുമായിട്ടുള്ള രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ ഈ രണ്ട് നാടകത്തിലുമുണ്ട്. ഒരിടത്ത് ലേഡി മാക്ബത്ത് ആണെങ്കിൽ ഒരിടത്ത് ക്ലിയോപാട്രയാണ്. ഹോളിൻഷെഡിന്റെ ചരിത്ര കഥകളിൽ നിന്നുള്ള പല കഥകൾ ചേർത്താണ് ഷേക്സ്പിയർ മാക്ബത്തിന് ജന്മം നൽകിയിരിക്കുന്നത്. ഓവർ അംബീഷ്യസ് ആയ ഒരു ഭരണാധികാരിക്ക് സംഭവിക്കുന്ന ട്രാജഡിയാണ് ഈ നാടകത്തിൻ്റെ ഇതിവൃത്തം.